ഹലോ, നമുക്കിനി പാർട്ട് 2 കാണാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വണ്ടിയിലുള്ള വീഡിയോ ആയിട്ടാണ് അവസാനിപ്പിച്ച്. നമ്മളങ്ങനെ അവിടത്തേക്ക് എത്തണത്രേ. നമ്മളങ്ങനെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സ്ഥലം, എനിക്ക് സ്ഥലം ഒന്നും അറിയില്ല, അവിടെ നിർത്തി സാധനമൊക്കെ വാങ്ങി. അപ്പം പിന്നെ വണ്ടിയിൽ വെറുതെ വായും പൂട്ടി ഇരിക്കണ്ടല്ലോ, അപ്പം വിചാരിച്ച് എന്തെങ്കിലും തിന്നാൻ വാങ്ങാമെന്ന്. അപ്പം എനിക്ക് വേണ്ടെന്ന് വാങ്ങി, അവർക്കും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വണ്ടിയിൽ നിന്ന് തിന്നാൻ ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലുമായിട്ട് എൻ്റെ ഫേവറേറ്റ് മുറുക്ക്, നാരങ്ങ, അതൊക്കെ കാറുന്ന ഫേവറേറ്റ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ തിന്നുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാണ്ട് ഞാൻ പറയുന്നതിൽ ശ്രദ്ധിക്കണം. ആടെ എത്തിയിട്ട് കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അതെല്ലാം നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും. സങ്കടകരമായിട്ടും സന്തോഷകരമായിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നിടത്ത് മതി എന്നാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറ്റിയ വലിയ നഷ്ടം, ഞാൻ തിന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉള്ളത് ഞാൻ അറിയുന്നത്. എന്ത് ചെയ്യാൻ, ആർത്തി മൂർത്തിട്ടൊന്നുമല്ല ഗൈസ്. ഞാനത് മെല്ലെ എല്ലാവർക്കും കൊടുത്ത് പരിയാത്തെന്നാന്ന് വിചാരിച്ചപ്പോൾ നടിയില്ല സംഭവം കണ്ടത്. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി ഗൈസ്. ഇനി ഈ റോഡ് കൂടെയാണ് ആൻറ്റീൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഇവിടെ അധികം മയിലൊക്കെ കാണാം കേട്ടോ. പിന്നെ റേഞ്ചില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഒടുവിൽ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അപ്പ എന്തോ ചെയ്യുന്നുണ്ടായിനി. നമ്മളെ കണ്ടപ്പോൾ എന്നിട്ട് ബഹുമാനമൊക്കെ തന്ന് ഒരുമാതിരി എക്സ്പ്രഷൻ ഇട്ട നോട്ടോ. ഉറങ്ങുന്ന ആൻറ്റി നമ്മളെ കണ്ട ഷോക്കിൽ സ്വപ്നമാണോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. കയറി വാടി ചായക്കാള ആൻറ്റി പോയിട്ട് വെച്ച്. നമ്മൾ ചായ കുടിക്കാൻ പോയ പോലെ അങ്ങനെ ഉള്ളത്. 2021 ഞാൻ വരച്ച ചിത്രമാണിത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അങ്ങനെ അവിടെ മാത്രമല്ല, ഇവിടെയൊക്കെ ഉണ്ട്, റൂമിലൊക്കെ ഉണ്ട്. റൂമിൽ മാത്രമല്ല ഹോളിലും ഉണ്ട്. പിന്നെ ഒരു സ്ഥലത്തും കൂടി ഉണ്ട്, അതിനെ എടുക്കാൻ മിസ്സായിപ്പോയി. അവിടെ കാണുന്നുണ്ടോയെന്നറിയില്ല. ഈ ട്രോഫികളെല്ലാം കണ്ടുപിടിക്കൂ. ഇതിൻ്റെ നേരെ തായിലുണ്ട് ഞാൻ ചിത്രം വരച്ചത്. ഇതെല്ലാം ഇട്ടാണ് കാണിച്ചത്, ഞാൻ ചിത്രം വരച്ചതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം ഇതൊക്കെ സിമ്പിളല്ലേ, ഇതെത്രയാ അല്ലേ? പിന്നെ ഒരാളെ കാണിച്ചരണോ, ഫുഡ് കഴിക്കുമ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഗൈസ്. കുറേ ഉണ്ട്, പക്ഷെ അതൊക്കെ ഡീസൻ്റിലാണ്. ആ ഫോട്ടോ ഒരു വെറൈറ്റിയാണ്. ഞാൻ കുറേ കൊല്ലമായിട്ട് അവിടെ തൂക്കിയിട്ടിട്ട് കാണുന്നുണ്ട്. അതാണ് അതിൻ്റെ ഓണർ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. എനിക്ക് മധുരമില്ലാത്ത ചായ വേണം കേട്ടോ. ഞാൻ ഇതുവരെ മധുരമിട്ട് ചായ കുടിച്ചില്ല. പിന്നെ ഞാനിങ്ങനെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നാവ് ചെറുതായിട്ടൊന്ന് പൊള്ളി. എല്ലാം നിങ്ങൾ അറിയണമല്ലോ. കുറേ കടികളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കടിയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് അത്ര വലിയ കടികളോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചായ കുടിച്ച് 2 ബിസ്ക്കറ്റ് എന്തെന്ന് ഞാൻ എണീച്ച്. അവരാണെന്ന് ചായയും കുടിച്ച് സമാധാനത്തിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തിന്നാനും കുടിക്കാനൊക്കെ തീരെ ക്ഷമയില്ല. ഞാൻ വേഗം കഴിയും, എൻ്റെ വേഗം തിന്നും കുടിച്ചും കഴിയും. പിന്നെ ആപ്പൊക്കെ എവിടെയോ പോകാണ്ടായിട്ട് ആപ്പ അങ്ങനെ ചേട്ടാ ബൈ ബൈ പറഞ്ഞ് പോയി. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞു നിന്ന് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ രണ്ടാളും സ്കൂൾ വിട്ട് ലേറ്റായത് കാരണം ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോഴാണ് റിയ വരുന്നത്. അപ്പോൾ എൻ്റെ ക്യാമറ ഉണ്ടപ്പോൾ ഓടിപ്പോവാം, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. രാവിലെ വരുമ്പോൾ എനിക്ക് സൺകേസൊക്കെ കിട്ടിയിരുന്നെങ്കിലും വരുമ്പോൾ നല്ല മഴയായിരുന്നു. അവളങ്ങനെ ബാഗൊക്കെ വലിച്ച് ചാടി ഗൈസ്. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. ഇനി ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. ഉമ്മാമ്മനെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്നും മറന്നു വെക്കാണ്ട് നമ്മൾ പോവില്ല. അങ്ങനെ ഉമ്മാൻ്റെ വാച്ച് മറന്നുപോയ സ്ഥിതിക്ക് ഞങ്ങൾ തിരിച്ചു വന്ന് അപ്പോഴേക്കും വാച്ച് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിനി. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറേണ്ട ആവശ്യം വന്നില്ല. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടത്. ഞാൻ വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാമത്തെ ഒരാളാണ് എൻ്റെ വീഡിയോ ഫോൺ പിടിച്ചിട്ട് ഗൈസ് അവിടെ നിന്ന് ഒരു ചെടിയും പറിച്ച് നമ്മളെ വിട്ട്. എങ്ങനെയുണ്ട് മഞ്ഞപ്പൂവ്, യെല്ലോ ഫ്ലവർ എന്നാണ് പേരെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ മഴ പോയി, നല്ല വെയിൽ വരാൻ തുടങ്ങി. നമ്മളങ്ങനെ കേസരിലേക്ക് പോവാണ്. എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പോയി. സ്കൂൾ വിടുന്ന ടൈമായതുകൊണ്ട് റോഡുമ്മൽ ഫുള്ള് സ്കൂൾ കുട്ടികളുണ്ടായിനി. ആ സ്കൂൾ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ സ്കൂൾ ലൈഫ് ഇങ്ങനെ ഓർമ്മ വരും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് ഗൈസ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്.
അപ്പം അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്, അതിനുള്ളിൽ ഇങ്ങനെ രണ്ടാളിങ്ങനെ നോക്കുന്നുണ്ട് ആരോ വന്നിന്. നമ്മൾ എന്നിട്ട് നേരെ ഉമ്മാമ്മൻ്റെ വീട്ടിലേക്ക് വണ്ടി വെച്ച്, അപ്പോഴേക്കും അമ്മൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിന് നമ്മളെ നോക്കിയിട്ട്. പൂച്ചൻ്റെ ഒരു ഗ്രസ്യ. പിന്നെ നമ്മൾ ഇതിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ നമുക്ക് സ്വീകരണമൊക്കെ തന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ചെറിയ നാണമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ചായയുടെ സ്വീകരണം വരുന്നു. നമ്മൾ വരുന്നതിന് മുന്നേ ചായയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വരുന്നതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ആ ടൈം കൊണ്ട് ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴംപൊരി ആയതുകൊണ്ട് നല്ല സ്മെല്ലും നല്ലൊരു തിന്നാനുള്ള മൂഡും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചായയാണ് ഗൈസ്. അപ്പോഴാണ് ഇവിടെ ഫാത്തിമ ഫോണിൽ കളിക്കുന്നത് കണ്ടത്. ആർക്കും ഫോൺ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ഗൈസ്, എന്നെപ്പോലെ എല്ലാവരും. ഞാൻ മാത്രം നല്ല കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ചായ മിച്ചറൊക്കെ ഉണ്ട്. എന്നെക്കാളും ആർട്ടിസ്റ്റുകൾ ഇവിടെയുണ്ട്. 3 പേരുടെ പണിയാണിത്. എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ള റൂം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാൻ നല്ല രസമുണ്ടെങ്കിലും മൊത്തത്തിലൊരു സ്പേസ് ഇല്ലാണ്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ വൈകാതെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കണ്ട സ്ഥിതിക്ക് ഞങ്ങളങ്ങനെ മാലൂരേക്ക് പോവാണ്. മനസ്സോടെ ടാറ്റാ ബൈബയൊക്കെ തന്നപ്പോൾ അമ്മ യാത്രയാക്കി. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ബേക്കലിൻ്റെ വന്നിട്ട് ടാറ്റയൊക്കെ ആക്കിയിട്ടാണ് അവന് പോയി. പിന്നെ നമ്മൾ എണ്ണയൊക്കെ അടിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പം അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ദിവസം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.